ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. ഇതിൽ കുറെ ആളുകൾ വളരെ കാശ് കൊടുത്ത് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചു, എന്നിട്ടും ജോലി ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമോ എന്ന് വെച്ചാൽ അറിയാനും കൂടി പാടില്ല എന്ന് പറയുന്ന ചില അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്ത് പഠിക്കാനുള്ള ഒരു റിസോഴ്സസ് ഇല്ലാത്ത ഒരു ആൾക്കാരുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാമെന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ്, അതാണ് ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. ഇതിന് ബേസിക്കലി ഒരു സിലബസ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂസ് ചെയ്യുക. ഒരു 2-3 മാസം എടുത്തിട്ട് നിങ്ങൾ ഈ ഫുൾ വീഡിയോ സെക്ഷൻ ആയിട്ട് നിങ്ങളുടെ ഓരോ പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് അത്യാവശ്യം വലിയൊരു വീഡിയോ ആയിരിക്കും. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗൈഡ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും. ഞാനൊരു 6 ഇയേഴ്സിന് മുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. കോവിഡിന് തൊട്ട് മുമ്പാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സ്കില്ലിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ തപാൽ വഴി നീന്തലൊക്കെ പഠിക്കാൻ പോകുന്ന പോലെയാണ് ഒരു 90% ആളുകളും കോഴ്സ് എടുത്തിട്ട് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എൻലെസ് ആണ്. ഒരുപാട് ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് പേര് ഇടയിൽ വെച്ച് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. വെൽക്കം ടു ഗ്രോ ഗ്രാഫ്സ് ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ പറഞ്ഞു ഇതൊരു സിലബസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന്. നിങ്ങളുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ക്ലയൻസിന് മാക്സിമം അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്ത് അവർക്ക് ഡിജിറ്റൽ പ്രസൻസ്, ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റലി ചെയ്യുന്ന എന്ത് മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കീഴിൽ വരും. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഓഫൺ നമ്മൾ അതിന് 2 വലിയ പില്ലേഴ്സ് ആണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് മെറ്റ, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം പില്ലറും, 2 ഗൂഗിൾ പില്ലറും. ഈ 2 പില്ലറിലാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് പോലുള്ള, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള മറ്റ് മാർക്കറ്റിംഗ് സോഴ്സസും ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ 2 പില്ലേഴ്സിലാണ്. ഈവൻ നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ പോയാലും ഇവരും ലാർജ്ലി ഈ സാധനത്തിലായിരിക്കും ഓഫ് കോഴ്സ് നിൽക്കുന്നുണ്ടാവുക. പിന്നെ അതല്ലാതെ SMS മാർക്കറ്റിംഗ് പോലുള്ള വേറെ മാർക്കറ്റിംഗ് സോഴ്സസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കൂടുതലും പറയാൻ പോകുന്നത് ഗൂഗിളിനെ കുറിച്ചും മെറ്റയെ കുറിച്ചും തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടങ്ങാം. സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വല്ല കാര്യമുണ്ടോ? ഒരു ഓൾമോസ്റ്റ് ഒരു 500-1000 പേർക്ക് താഴെ ഇന്റർവ്യൂ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഒരാള് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് എനിക്ക് അവരെവിടെ പഠിച്ചു എന്നുള്ളത് യാതൊരുവിധ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. അവരിത് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഇവർ ഈ സ്കില്ല് പഠിച്ചത് എന്നുള്ളത്. അതല്ലാതെ അവരെവിടെ പഠിച്ചു, അവര് എന്തിനു പഠിച്ചു, അവരെത്ര രൂപ കൊടുത്ത് പഠിച്ചു, അവർക്ക് ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോ എന്താണ്, ഇതൊന്നും എൻ്റെ വിഷയമല്ല. അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു 90% IT കമ്പനീസും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അവര് സർട്ടിഫിക്കറ്റ്സിലല്ല, പകരം നിങ്ങളുടെ ഇന്റർവ്യൂ സ്കില്ലിലും നിങ്ങളുടെ ഇൻഡെപ്ത് നോളജിലും ആയിരിക്കും കാര്യമായിട്ടുണ്ടാവുക. ബേസിക്കലി പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനെ നിങ്ങൾ എങ്ങനെ പ്രാക്ടിക്കൽ നോളജിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്പർ 1, കുറെ പേർക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻസ് വേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കേഷൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു 4 സൈറ്റ്സും ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 ഇസ് HubSpot അക്കാഡമി. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് കിടപ്പുണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ കോഴ്സാണ്. ഇതെല്ലാം ഫ്രീ കോഴ്സാണ്, ഇതെല്ലാം ഫ്രീ സർട്ടിഫിക്കേഷൻസും ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എടുത്ത് ചെയ്യാം. പക്ഷെ ഇതൊക്കെ വെറുതെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ഒന്നും ക്ലാസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഈ സ്കിൽ അക്വയർ ചെയ്യാനും പറ്റില്ല. നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രോ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ഗാരേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന കോഴ്സസ് എല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഇതെല്ലാം ഫ്രീ സർട്ടിഫിക്കേഷൻസും ആണ്. നിങ്ങൾക്ക് അത് എടുത്ത് ചെയ്യാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നതിനോടൊപ്പം പാരലലി ഒന്നില്ലെങ്കിൽ മലയാളത്തിൽ അധികം ഞാൻ നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എടുക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല, അതായത് യൂട്യൂബിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അതിൽ ഒരുപാട് നല്ല കോഴ്സസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലും കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കോഴ്സസിന്റെ ലിങ്ക്സ് എല്ലാം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടേക്കാം. അതെടുത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് സർട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഗ്രേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്ത് കുറെ ഇതുപോലുള്ള ഫ്രീ സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്, അവിടെയും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ മെറ്റയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോഴ്സസ് ചെയ്യാം. മെറ്റയുടെ കോഴ്സ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സസ് ആണ്. കുറച്ച് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മെറ്റയുടെ കോഴ്സ് നിങ്ങൾക്ക് റാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മെറ്റ സർട്ടിഫൈഡും കൂടി ആവും. അത് ഭയങ്കര ഒരു ആഡഡ് മെറിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ലിലേക്ക് വരാം. നമുക്ക് ഗൂഗിൾ ആഡ്സിനെ കുറിച്ചും മെറ്റ ആഡ്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ. ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഒപ്പം ഒരു വെബ്സൈറ്റും ആണ്. അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ആ സൈറ്റിന്റെ SEOയും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്താം. അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കടം മേടിക്കാം. നിങ്ങൾക്ക് ഇതൊന്നും ഓപ്ഷൻ ഇല്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ sites.google.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ, ഫാമിലി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചെറിയ വെബ്സൈറ്റ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഗൂഗിളിലെ ബിസിനസ് ഒപ്റ്റിമൈസേഷൻ. നിങ്ങളുടെ അടുത്തുള്ള ബിസിനസ്സുകളെ നിങ്ങൾക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതുവഴി കുറച്ച് അനലിറ്റിക്കൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആവും. അതുപോലെ തന്നെ അവർക്ക് ചെറിയ ഫോർമാറ്റിൽ അവരുടെ കയ്യിൽ നിന്ന് ആഡിന്റെ എമൗണ്ട് മാത്രം വാങ്ങിച്ചിട്ട് സെർച്ച് എഞ്ചിൻ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ മദർ ഓഫ് ഓൾ അഡ്വർടൈസ്മെന്റ്സ് ഇസ് ഗൂഗിൾ ആഡ്. നിങ്ങൾ ഗൂഗിൾ ആഡ്സ് നന്നായിട്ട് റൺ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റ ആഡ്സ് എന്ന് പറയുന്നത് പുഷ്പം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും. അത് ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാം അല്ലെ. ഗൂഗിൾ ആഡ്സിൽ 3-4 hours അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് എക്സ്പ്ലെയിൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഇതല്ല എങ്കിൽ യൂഡമിയിൽ ഒരു നല്ല കോഴ്സ് ഉണ്ട്, ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അറൌണ്ട് 3,500 എന്തോ ആണ് കോഴ്സിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് ചെയ്യാം. അതും റെക്കോർഡഡ് സെഷൻ ആണ്. ഇതും ലാർജ്ലി ഇംഗ്ലീഷിൽ തന്നെ നടക്കുന്ന കോഴ്സസ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് കോഴ്സ്, നല്ലൊരു കോഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ നീൽ പട്ടേലാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗൂഗിൾ ആഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന SEOയിൽ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്നത്. നീൽ പട്ടേലിന് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ കണ്ടു നോക്കണം. ഇങ്ങനെ കണ്ട് നിങ്ങൾ അത്യാവശ്യം തിയററ്റിക്കലി നിങ്ങൾ ബിൽഡ് ചെയ്യും. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം. അതിന് ചെറിയ ഫോർമാറ്റിൽ നിങ്ങൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഗൂഗിൾ ആഡ്സ് മദർ ഓഫ് ഓൾ ആഡ്സ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് വഴി നിങ്ങൾക്ക് യൂട്യൂബ് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആഡ് വഴി നിങ്ങൾക്ക് ആപ്പിലേക്കുള്ള ഡൗൺലോഡ് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അതായത് ആപ്പ് സ്റ്റോർ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് സെർച്ച് എഞ്ചിൻ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ വഴി തന്നെ ഗൂഗിൾ അനലിറ്റിക്സിൽ ടൂൾസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് സെർച്ച് കൺസോൾ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഗൂഗിൾ വഴി തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. സോ ഗൂഗിളിൽ ഇല്ലാത്ത ആഡ് ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗൂഗിൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് വരുന്ന ഒരു 90% ലീഡ്സും ബെറ്റർ ആണ് മെറ്റ ആഡ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. സോ ഇതും കസ്റ്റമേഴ്സിന് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് അവർക്കും ഫീൽ ചെയ്യുക. സോ ഗൂഗിൾ ആഡ്സ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗൂഗിൾ ആഡ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതായത് ഗ്രോ വിത്ത് ഗൂഗിളിൽ തന്നെ കുറെ ഗൂഗിൾ അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്കൽ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ട്യൂട്ടോറിയൽസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ ബേസിക് ട്യൂട്ടോറിയൽസ് ആണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് യൂട്യൂബിലുണ്ട്. അതിനേക്കാൾ അഡ്വാൻസ്ഡ് യൂഡമി, സ്കിൽ ഷെയർ പോലുള്ള പ്ലാറ്റ്ഫോംസ്, കൊസേറ പോലുള്ള പ്ലാറ്റ്ഫോംസിലുണ്ട്. ചെറിയ ചെറിയ പേയ്മെന്റ്സ് ആണ് ഇതിനെല്ലാം വരിക. നിങ്ങളൊരു 30,000-40,000 രൂപ കൊടുത്ത് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് പഠിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു അക്കാഡമിയിൽ പഠിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ചെറിയ ചെറിയ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ നിങ്ങളുടെ പേജിൽ അപ്ലൈ ചെയ്യുക, ടെക്നിക്കലി ആൻഡ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് നിങ്ങളൊരു പോർട്ട്ഫോളിയോ ആക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഗ്രേസ് എന്നാണ്. സോ ഞാൻ gracepjohns.com എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്യാനും ഡൊമെയിൻസ് എടുത്ത് അത് റൺ ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഹോസ്റ്റിംഗർ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നല്ലൊരു AI ബിൽഡർ അതിന് ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ദാറ്റ് ഇസ് ലുക്കിംഗ് ഗുഡ് ഫോർ മീ മൈസെൽഫ്. അതിൽ ഞാൻ റൺ ചെയ്തതിന് ശേഷം എനിക്ക് അതിൽ തന്നെ ഒരു സെർച്ച് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ സെർച്ച് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇത്ര ട്രാഫിക് വന്നു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസിൽ ഞാൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രൊഫൈലും പോർട്ട്ഫോളിയോയും ഇതിന്റെ ഒപ്പം ബിൽഡായി വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ഡെഫിനറ്റ്ലി എനിക്കൊരു ആഡഡ് മെറിറ്റ് ആണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു, ഞാൻ ഒറ്റയ്ക്ക് എന്റെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യാനും ഞാൻ പഠിച്ചു. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ മെറിറ്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ സംസാരിച്ചത് എന്തിനെ കുറിച്ചിട്ടാണ്? ഗൂഗിളിലെ സെർച്ച് ആഡ്സിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബ് ആഡ് നിങ്ങൾക്ക് മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആഡാണ്. 200 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക്
നിങ്ങൾക്ക് റൺ ചെയ്തിട്ട് അതിന്റെ അനലിറ്റിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഗൂഗിൾ ആഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഗൂഗിൾ ആഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ടൂൾ, അതായത് നിങ്ങളൊരു വെബ്സൈറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അനലിറ്റിക്സിൽ ലിസ്റ്റ് ചെയ്യാം. നീൽ പട്ടേലിനും അതുപോലെ തന്നെ വേറെ 1-2 പേർക്കും 2 hours 3 hours ഗൂഗിൾ അനലിറ്റിക്സ് വർക്ക് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അതും ഞാൻ താഴെ ഫ്രീ ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ല വീഡിയോസ് ആയിട്ട് തോന്നുന്ന എല്ലാം തന്നെ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഗൂഗിൾ അനലിറ്റിക്സ് ഫ്രീ ടൂൾ ആണ്, ഗൂഗിൾ ആഡ്സ് മാനേജർ ഫ്രീ ടൂൾ ആണ്, ഗൂഗിൾ ടാഗ് മാനേജർ ഫ്രീ ടൂൾ ആണ്, ഗൂഗിൾ ഡാറ്റ സ്റ്റുഡിയോ ഫ്രീ ടൂൾ ആണ്. ഇതെല്ലാം ഫ്രീ ആയി കിടക്കുന്ന ടൂളുകളാണ്. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിന് നിങ്ങൾക്ക് അനലിറ്റിക്കൽ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു 1000 രൂപയ്ക്ക് ആഡ്സ് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ എങ്ങനെയാണ് വന്നത്, ആ കസ്റ്റമറിനെ ഞാൻ എങ്ങനെയാണ് അക്വയർ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ നോക്കിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഈ ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പ് ക്രാക്ക് ചെയ്തു എന്നുള്ളതാണ്. ആഡ്സ് റൺ ചെയ്യാൻ ഒരു കഴിവാണ് വേണ്ടത്, പക്ഷെ ആഡ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫറൻസിലേക്കും അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ആൻഡ് ദാറ്റ് മേക്സ് യു ദ ബെസ്റ്റ്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും, പക്ഷെ ഈ ആഡ് എന്തുകൊണ്ട് വർക്ക് ചെയ്തു, ഈ ആഡ് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല, ഇത് മനസ്സിലാക്കാനാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. ആൻഡ് ഇത് മനസ്സിലാക്കാനാണ് എക്സ്പീരിയൻസ് വേണ്ടത്. ഇത് മനസ്സിലാക്കാൻ തന്നെയാണ് പ്രാക്ടിക്കൽ നോളജ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് പഠിക്കുമ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ഇത് റൺ ചെയ്യുമ്പോഴുമാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിനെ കുറിച്ച് സംസാരിച്ചു, ഗൂഗിൾ ഡാറ്റ സ്റ്റുഡിയോനെ കുറിച്ച് സംസാരിച്ചു. ഈ സമയത്ത് ഗൂഗിളിൽ വരാൻ പോകുന്നൊരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക് HTML കോഡ് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. ഇതിനും ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. യൂഡമിയുടെ ബേസിക് HTML ഫോർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സും അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഈ HTML കോഡ് നമ്മൾ എന്തിനാ അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റ് ഒരാൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഏത് സ്ഥലത്തുനിന്ന് അത് വന്നു, അതിന്റെ ഒരു കുക്കി ക്രിയേറ്റ് ആവും. ഒരു കുക്കീസ് എന്ന് നമ്മൾ അതിന് പറയാം. നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ കുക്കീസിന് ഓപ്ഷൻ കാണാറില്ലേ? നിങ്ങളുടെ ആഡ് ക്ലിക്ക് ചെയ്ത ആളുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന ഒരു സ്പേസ് ആണ്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ബേസിക് HTML കോഡും കൂടി അറിഞ്ഞിരുന്നാൽ അത് ഭയങ്കര നിങ്ങൾക്ക് ഒരു ആഡഡ് മെറിറ്റ് ആയിട്ട് നിൽക്കും. ഒപ്പം നിങ്ങൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് HTML കോഡ് അല്ലെങ്കിൽ HTML നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് സംസാരിച്ചത്. ഇനി നമുക്ക് പതുക്കെ മെറ്റ ആഡ്സിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി മലയാളികൾ റൺ ചെയ്യുന്നത് മെറ്റ ആഡ്സ് ആണ്. മെറ്റ ആഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഹൗസ് ആണ് മെറ്റ എന്ന് പറയുന്നത്. മെറ്റയുടെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് കോഴ്സസ് മെറ്റയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ മെറ്റയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെറ്റയുടെ ആഡ്സ് മാനേജർ അല്ലെങ്കിൽ എങ്ങനെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ, എങ്ങനെ റൺ ചെയ്യാന്നുള്ളതിന്റെ ട്യൂട്ടോറിയൽസ് ഒരുപാട് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ നിന്ന് അത് പഠിച്ചു തുടങ്ങുക. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് ക്യാൻവ. ക്യാൻവ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ ക്യാൻവ സഹായിക്കും. അതുകൊണ്ട് ഇതിന്റെ ഫ്രീ വേർഷൻസ് അവൈലബിൾ ആണ്, പെയ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ക്രാക്ഡ് വേർഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇത് നിങ്ങൾ ഒന്ന് മാസ്റ്റർ ചെയ്യുക. ക്യാൻവയുടെ ട്യൂട്ടോറിയൽസ് ഇഷ്ടംപോലെ മറ്റ് ഭാഷകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോ അധികം വൈകാതെ ക്യാൻവയുടെ ട്യൂട്ടോറിയൽ ഈ ചാനലിൽ തന്നെ വരും. നിങ്ങൾ അത് പഠിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്യാമ്പയിൻ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമെല്ലാം നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ക്യാമ്പയിൻ എന്തുകൊണ്ട് വർക്കായില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 100 രൂപയ്ക്ക് നിങ്ങൾ ഒരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്തു, 100 രൂപയ്ക്ക് വേറൊരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്തു, പക്ഷെ ഒരു ആഡ് ക്യാമ്പയിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മെസ്സേജസ് കൂടുതലും വേറൊരു ക്യാമ്പയിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മെസ്സേജസ് കുറവുമാണ്. അപ്പൊ നിങ്ങൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഏത് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തു, ഏത് വർക്ക് ചെയ്തില്ല എന്നുള്ള ഡാറ്റകളെല്ലാം തന്നെ നിങ്ങൾ വീണ്ടും അനലൈസ് ചെയ്യാൻ പഠിച്ചു. നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിച്ചത് ഗൂഗിളിലെ പെർഫോമൻസ് അനലിറ്റിക്സിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അത് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ? ഇതുകൊണ്ടാണ് നമ്മൾ ചില സ്കില്ലുകൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. എസ്പെഷ്യലി എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഐഡിയൽ കസ്റ്റമറിനെ എങ്ങനെ ഫോം ചെയ്യണം എന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതായത് ഒരു കസ്റ്റമർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു പക്ഷേ പ്രൈസ് ആയിരിക്കും. പ്രൈസ് കുറഞ്ഞു, അല്ലെങ്കിൽ പ്രൈസ് സ്പെഷ്യൽ പ്രൈസിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. ഇതായിരിക്കും ഒരു പക്ഷേ ഒരു കസ്റ്റമർ ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ പ്രൈസ് വെച്ചിട്ട് നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യും, വേറെ ഒരെണ്ണത്തിൽ പ്രൈസ് വെക്കാതെ റൺ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഡാറ്റ അങ്ങനെ അനലൈസ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യാൻ
ചെയ്യാൻ പറ്റും. ഇതിനുശേഷം നിങ്ങൾ ഇതെല്ലാം ഒരു ട്യൂട്ടോറിയൽസും ടെക്നിക്കലായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തമായി ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമാണ്. ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക, മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴി ആദ്യത്തെ ക്യാമ്പയിൻ റൺ ചെയ്യുക, ശേഷം നിങ്ങൾ ആഡ്സ് മാനേജർ വഴി രണ്ടാമത്തെ ക്യാമ്പയിൻസ് റൺ ചെയ്യുക. അപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്താണ്, ആഡ്സ് മാനേജർ എന്താണ്, ട്യൂട്ടോറിയൽസ് ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇരുന്ന് കാണുക, എന്നിട്ട് സ്വന്തമായിട്ട് റൺ ചെയ്യുക. ബിക്കോസ് ടെക്നിക്കൽ നോളജ് ഇവിടെ ആർക്കും വേണ്ട, വേണ്ടത് പ്രാക്ടിക്കൽ നോളജ് ആണ്. പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. ബിസിനസ് റൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അവനോട് പോയിട്ട് പറയാം, എടാ എനിക്ക് ആഡ്സ് റൺ ചെയ്യാനുള്ള പൈസ തന്നാൽ മതി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഈ പേജ് മാനേജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് അവർക്കൊപ്പം നിന്ന് അവരുടെ വർക്ക് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആഡ്സ് റൺ ചെയ്ത് നോക്കുമ്പോൾ അവരോട് സംസാരിക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ലീഡ്സ് വന്നിരുന്നോ, ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ചോദിച്ചിട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻപുട്ടും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നിങ്ങളുടെ ടെക്നിക്കൽ നിന്ന് പ്രാക്ടിക്കൽ ആക്കുന്ന ഭാഗം. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനും പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, നിങ്ങൾ സ്വന്തമായിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് പഠിച്ചു, നിങ്ങൾ സ്വന്തമായിട്ട് മെറ്റാ ആഡ്സും പഠിച്ചു, നിങ്ങൾ കുറെ ഫ്രീ സർട്ടിഫിക്കേഷൻസ് ഹബ്സ്പോട്ട് തൊട്ട് ഗൂഗിളിന്റെ സർട്ടിഫിക്കേഷൻസ് തൊട്ട് മെറ്റാ സർട്ടിഫിക്കേഷൻസ് തൊട്ട് എല്ലാം നിങ്ങളുടെ കയ്യിൽ വന്നു. ഇനി എന്ത് നോക്കാൻ, ജോലിക്ക് അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കലി നിങ്ങൾ ഇത് എങ്ങനെ പഠിച്ചു എന്നുള്ളത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ, ചിലപ്പോൾ ഞാനായിരിക്കാം, അപ്പുറത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ വേറെ ഒരു സ്ഥലത്തും പോയി പൈസ കളയേണ്ട ആവശ്യം പോലുമില്ല. നമ്മളിനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരികയാണ്, ദാറ്റ് ഇസ് SEO. നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ തൊട്ടിട്ട് കീവേഡ് എന്ന് പറയുന്ന സാധനങ്ങൾ പല പ്രാവശ്യം കേൾക്കാൻ തുടങ്ങും. എന്താണ് കീവേഡ്? ബേസിക്കലി ഒരാൾ സെർച്ച് ചെയ്യുന്ന ഒരു വേർഡ്സിന്റെ ഡാറ്റയാണ് കീവേഡ് എന്ന് പറയുന്നത്. SEO പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഗൂഗിൾ ആഡ്സ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട്. അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ SEO എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയർ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. SEO പഠിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഒരുപാട് പ്ലഗിൻസ് അവൈലബിൾ ആണ്. പണ്ട് ഇത് പ്രാക്ടിക്കലി നമ്മളിങ്ങനെ മാനുവലി ഇത് കണ്ടുപിടിച്ച് ഇത് ഓരോ സൈറ്റിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണമായിരുന്നു. ഇന്ന് കുറെ പ്ലഗിൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള പ്ലഗിൻസ് നോക്കുന്ന സമയത്ത് റാങ്ക് മാത്ത് ആണ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിന്റെ ഫ്രീ പ്ലഗിൻ തന്നെ വേർഡ്പ്രസ് പ്ലഗിൻ ആണ്. അതിനകത്ത് ഫ്രീ വേർഷൻ തന്നെ നിങ്ങൾക്ക് കുറെ ഫീച്ചേഴ്സ് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റാങ്ക് മാത്ത് ഒന്ന് പഠിച്ചു തുടങ്ങുക. അതായത് കീവേഡ് സെർച്ച് ചെയ്യാനും കീവേഡ് നിങ്ങളുടെ ഓരോ വെബ്സൈറ്റിന് ആഡ് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ റാങ്ക് മാത്ത് യൂസ് ചെയ്താൽ പറ്റും. അപ്പം റാങ്ക് മാത്ത് ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് Yoast SEO എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് മാത്രമല്ല സെംറഷ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സെംറഷും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും റാങ്ക് മാത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ റാങ്ക് മാത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലഗിൻ യൂസ് ചെയ്യാം. പക്ഷെ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റാങ്ക് മാത്ത് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻ. റാങ്ക് മാത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസ് അവർ തന്നെ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. പിന്നെ HRFs എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾ ഉണ്ട്. റാങ്ക് മാത്ത് നിങ്ങൾ SEOന്റെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾ HRFസിലേക്ക് മാറണം. ബിക്കോസ് അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, കുറേ കൂടി കൺട്രോൾ കിട്ടും, നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് HRFസിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ ഇതും കൂടി ആയാൽ നിങ്ങൾ SEO പാർട്ടും കൂടി ക്ലിയർ ചെയ്തു. സോ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ SEO പഠിച്ചു. കണ്ടന്റ് മാർക്കറ്റിംഗ് നിങ്ങൾ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമും ക്യാൻവ യൂസ് ചെയ്തും പഠിച്ചു. നിങ്ങൾ HTML മാസ്റ്റർ ചെയ്തു. അതുവഴി നിങ്ങൾ ടാഗ്സ് യൂസ് ചെയ്യാൻ പഠിച്ചു. ഗൂഗിൾ അനലിറ്റിക്സും ഡാറ്റ സ്റ്റുഡിയോയും നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് അഡോബിന്റെ സ്റ്റുഡിയോ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് ബേസിസ് ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്ത് പോകാൻ വളരെ സിമ്പിൾ ആയിരിക്കും. സോ ഈ ഒരു ഗൈഡ് യൂസ് ചെയ്തിട്ട്, ഈ ഒരു സിലബസ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരു കംപ്ലീറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് പറയാം. ഒപ്പം നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതും കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അപ്പോൾ ബൈ.